വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതിന് പിന്നിൽ ആരാണെന്ന് പറയടിയെന്നും പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ സന്ധ്യയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുമ്പോൾ അവസാനം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് വിജയ് എന്നൊരു പേര് പറയുകയാണ്. എൻ്റെ പാർട്ട്ണറാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം പാർട്ട്ണറോ എന്നും പറഞ്ഞ് സത്യഭാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഞങ്ങൾ ലവേഴ്സാണ്, ഞങ്ങൾ കുറച്ചു കാലമായി ലിവിങ് ടുഗദർ ആണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻറ്റ് ചോദിക്കുകയാണ്, അല്ല ആശാനെ എന്തായി ലിവിങ് ടുഗദർ എന്ന്. അന്നേരം ഈ കല്യാണം കഴിക്കാത്ത ആടും പെണ്ണും ഒരുമിച്ച് താമസിക്കില്ലേ, അതാണ് ഏർപ്പാട് എന്നിങ്ങനെ ക്ലീറ്റസ് പറയുമ്പോൾ കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു എന്ന് അസിസ്റ്റന്റ് പറയുകയാണ്. അന്നേരം ക്ലീറ്റസ് അങ്ങ് പല്ല് കടിച്ചു പിടിക്കുകയാണ്. തുടർന്ന് എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വീണ്ടും സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ട്, വിജയ് കുറേ ബിസിനസ്സൊക്കെ ചെയ്തു, അച്ഛൻ്റെയും അമ്മയുടെയും വീടും വസ്തുവും ഉൾപ്പെടെ എല്ലാ ആധാരവും ബാങ്കിൽ പണയമാണ്, 1 കോടിക്ക് അടുത്ത് പണയമുണ്ട്. അപ്പോൾ ഈ രോഹിത്തിൻ്റെ ജീവിതത്തിൽ ഒരു സുസ്മിത കൂടി ഉണ്ടെന്നറിഞ്ഞു, അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ ഈ സുസ്മിതയുടെ ദേഹത്തിട്ടിരിക്കുന്ന ആഭരണങ്ങൾ മാത്രം മതി നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട്. ഇന്ന് രാത്രി തന്നെ കല്യാണം കഴിഞ്ഞ് ഈ രാത്രി തന്നെ എല്ലാ പണവും സ്വർണവും ഒക്കെ ആയിട്ട് മുങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സത്യാമ്മയാണ് കല്യാണം നടത്തുന്നത് എന്ന് നമ്മൾ നേരത്തെ കരുതിക്കൂട്ടി അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് എന്നെയും കല്യാണം കഴിപ്പിക്കുമല്ലോ, അപ്പോൾ അതും കൊണ്ട് മുങ്ങാനും പിന്നീട് കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് രോഹിത്തിനെ പലതവണ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്ന് അങ്ങനെയുള്ളൊരു കഥ അവിടെ സന്ധ്യ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ്. തുടർന്നത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് ആശ്വാസമാവുകയാണ്. എല്ലാവരും വിശ്വസിച്ചെന്ന് തോന്നുന്നു, ഞാനിതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസത്തിൽ സുസ്മിത നിൽക്കുകയാണ്. പക്ഷേ ഈ കഥ പറച്ചിലൊക്കെ കേട്ടിട്ട് ശാലിനിയും വിഷ്ണുവിനും ചിരിയാണ് വരുന്നത്. തുടർന്ന് ശാലിനി മനസ്സിൽ കരുതുകയാണ്, കൊള്ളാമല്ലോ ഇവക്ക് അഭിനയിക്കാൻ മാത്രമല്ല കഥ മെനയാനും അറിയാമല്ലോ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ സന്ധ്യയെ നോക്കി ഇങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് ഈ വിജയ് എവിടെ ഉണ്ടെന്ന് ഭാമ ചോദിക്കുമ്പോൾ വിജയ് പിന്നിൽ നിന്ന് കളിക്കാറേ ഉള്ളൂ, രംഗത്തേക്ക് വരാറില്ല, ആ ഫോട്ടോയിൽ കാണുന്ന ആളാണ് എന്നിങ്ങനെ സന്ധ്യ സത്യഭാമയോട് പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഈ സന്ധ്യ പറഞ്ഞ കഥയൊക്കെ വിശ്വസിക്കുകയാണ്. സരള ചോദിക്കുന്നുണ്ട്, ഇവളാൾ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്ധ്യയെ പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്യുകയാണ് സരള. തുടർന്ന് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എല്ലാവരോടുമായിട്ട് ഭാമ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, ബാക്കി അവർ പറയിപ്പിച്ചോളും, അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടട്ടെ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ടമ്മേ, ഞാൻ ആ വിജയ് അങ്ങ് പൊക്കാം, ഈ പന്തലിലേക്ക് കൊണ്ടുവന്ന് അവനെ കൊണ്ട് ബാക്കി സത്യം കൂടി പറയിപ്പിക്കാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുസ്മിത പറയുകയാണ്, അയ്യോ അത് വേണ്ടാന്ന്. അന്നേരം അതെന്താ വേണ്ടാത്തത് സുസ്മിതയെന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അല്ല, ഇവളിങ്ങനെ ചെയ്തത് ഇവളുടെ നിവർത്തികേട് കൊണ്ടല്ലേ, ഇവൾ എന്നോട് ചെയ്തത് തെറ്റാണെങ്കിലും അത് ക്ഷമിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്, കേസും വഴക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, പിന്നെ ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുകയല്ലേ എന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ അതെ, സുസ്മിതയുടെ കഴുത്തിൽ എന്തായാലും താലി വീഴണം, സുസ്മിതയ്ക്ക് ഇങ്ങനെ ഒരു മഹാമനസ്കത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഇങ്ങനെ ശാലിനി അങ്ങ് ചിരിച്ചു പറയുകയാണ്. തുടർന്ന് അതെ അതെ എന്നൊക്കെ വിഷ്ണു അങ്ങ് തലയാട്ടുകയാണ് സുസ്മിതയുടെയും അഭിനയം കണ്ടിട്ട്. തുടർന്ന് അവൾ ഇനി ആത്മഹത്യയെങ്ങാനും ചെയ്താലോ, അതുകൊണ്ട് ഇവളെ അങ്ങ് വിട്ടയക്കാമെന്ന് സുസ്മിത പറയുകയാണ്. തുടർന്ന് ശാലിനിയും അത് ശരിവെക്കുന്നുണ്ട്. സുസ്മിത പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിളയങ്ങ് വെറുതെ വിടാം, സുസ്മിതയ്ക്ക് നല്ല മഹാമനസ്കതയല്ലേ എന്ന് ഒന്നുകൂടി ശാലിനി പറയുമ്പോൾ സരള പറയുന്നുണ്ട്, അതെ, കുഞ്ഞിലേ തൊട്ട് ഇവൾ ഇങ്ങനെയാണ്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് സരള സുസ്മിതയെ നോക്കി പറയുമ്പോൾ അതെ അതെ തന്നെ തന്നെ എന്നും പറഞ്ഞങ്ങ് തലയാട്ടുകയാണ് വിഷ്ണു. അത് കേട്ടങ്ങ് ചിരിക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും ഒക്കെ. തുടർന്ന് സന്ധ്യയുടെ കവിളിന് കുത്തിപ്പിടിച്ചിട്ട് ഭാമ പറയുന്നുണ്ട്, ഇനി ഇതുപോലെയുള്ള ഏതെങ്കിലും കേസിൽ നിന്റെ പേര് കേട്ടാൽ സത്യാമ്മയാണ് നീ നോവിച്ച് വിട്ടത് എന്ന് ഓർമ്മിച്ചോളണം, മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ സത്യഭാമയുടെ തനി ഗുണം നീ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞാൽ കവിളിന് കുത്തിപ്പിടിച്ച് പറയുകയാണ്. എന്നിട്ട് പൊയ്ക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് നന്ദിയുണ്ട് സത്യാമ്മയെ, മരണം വരെ ഞാൻ ഈ ഉപകാരം മറക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് സന്ധ്യ. തുടർന്ന് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അടുത്ത അടവ് സുസ്മിത പ്രയോഗിക്കുകയാണ്. അങ്ങ് പൊട്ടി കരയുകയാണ്. മണ്ഡപത്തിലേക്ക് ഇരുന്ന ശേഷം അങ്ങ് പൊട്ടി കരയുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കിയാണ്, വിഷ്ണു നോക്കിയാണ്, ഇവളെന്തുമായി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ വിഷ്ണു ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അങ്ങ് പൊട്ടി കരയുന്ന സുസ്മിതയോട് മനസ്സിൽ തീ കോരിയിടാതെ നീ കാര്യം എന്താണെന്ന് പറ സുസ്മിതയെ എന്ന് ചോദിക്കുമ്പോൾ ഈ കല്യാണം നടക്കില്ല ആൻറ്റി, എനിക്ക് താലിഭാഗ്യം വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കോളാം എന്ന് പറഞ്ഞ് സുസ്മിത വീണ്ടും കരയുകയാണ്. അന്നേരം അതെന്താ, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനിയും നിനക്ക് രോഹിത്തിന് സംശയമാണോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് രോഹിത് എന്ന് വെച്ചാൽ ജീവനാണ്, പക്ഷെ മുഹൂർത്തം കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞ് സുസ്മിത ഇരുന്നങ്ങ് പൊട്ടിക്കരയുകയാണ്. അന്നേരമാണ് വിഷ്ണുവിനും ശാലിനിക്കും ഇവളുടെ അടുത്ത അഭിനയം മനസ്സിലാകുന്നത്.
അന്നേരം പ്രീതി രാഘവൻ നായർ നോക്കുമ്പോൾ ഇതൊക്കെ കള്ളമാണെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് നേരാണോ തിരുമേനി, മുഹൂർത്തം കഴിഞ്ഞോ എന്ന് ഭാമ തിരുമേനിയോട് ചോദിക്കുമ്പോൾ അതേ മുഹൂർത്തം കഴിഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും അങ്ങ് നിരാശരാവുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് കരഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. തുടർന്ന് പ്രീതി ചിന്തിക്കുകയാണ്, ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ട് ഇവളെ പൂട്ടാൻ കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ആകെ നിരാശയിൽ ബാക്കി എല്ലാവരും നിൽക്കുകയാണ്. തുടർന്ന് എന്തോ ഐഡിയ മനസ്സിൽ തെളിഞ്ഞ പോലെ ശാലിനി പതിയെ അവിടെ തറയിൽ നിന്ന് കരയുന്ന സുസ്മിത അടുത്തേക്ക് ചെന്നുകയാണ്. എന്നിട്ട് ആശ്വസിപ്പിക്കുന്ന പോലെ പറയുന്നുണ്ട്, പോട്ടെ സുസ്മിത, ഇതിന് വിധിയില്ല എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മുഹൂർത്തത്തിൽ നടത്താമെന്ന് പറയുകയാണ്. അന്നേരം വേണ്ട ശാലിനി, ഇനി എനിക്ക് കല്യാണം വിധിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ സമാധാനിക്കാം. ഒന്നല്ല 3 തവണമാണ് ഞാൻ ഒരുങ്ങി ഇറങ്ങിയത്. ഇനി എനിക്ക് ഒരിക്കൽ കൂടി വയ്യാന്നും പറഞ്ഞ് അങ്ങ് തകർത്ത് ഈ കല്യാണം നടക്കില്ല എന്നുള്ള സന്തോഷത്തിൽ അങ്ങ് തലയ്ക്കൊക്കെ അടിച്ച് കരയുകയാണ്. അന്നേരം പെട്ടെന്ന് സുസ്മിത ചോദിക്കുകയാണ്, അല്ല പിള്ളച്ചേട്ടനോട് മുഹൂർത്തം നോക്കിയപ്പോൾ ഇന്ന് 2 മുഹൂർത്തം ഉണ്ടെന്നല്ലേ പറഞ്ഞതെന്ന്. അന്നേരം സുസ്മിത അങ്ങ് നോക്കിയാണ്, ഇനിയും ഉണ്ടോ മുഹൂർത്തം, അതിനി എപ്പോഴാന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ തന്നെ തിരുമേനിയോടും ചോദിക്കുന്നുണ്ട്, 2 മുഹൂർത്തം ഇല്ലേന്ന്. അന്നേരം ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അതെപ്പോൾ തുടങ്ങും എന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ പ്രീതിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 മിനിറ്റിനകം തുടങ്ങും എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം സന്തോഷമാവുന്നുണ്ട് വിഷ്ണുവിനും പ്രീതിക്കും രാഘവൻ നായർക്കും ഒക്കെ. രോഹിത്തിനും അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിത പറയുകയാണ്, അത് പറ്റില്ല, ഏതെങ്കിലും മുഹൂർത്തത്തിൽ നടത്താനുള്ളതാണ് എൻ്റെ കല്യാണം, കണക്കൂട്ടലുകളൊക്കെ പിഴച്ചാൽ എൻ്റെ ജീവിതമാണ് ഇല്ലാതാകുന്നത് എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, തിരുമേനിയുടെ അഭിപ്രായം എന്താണെന്ന്. അന്നേരം ഈ കുട്ടി പറഞ്ഞത് തെറ്റാണ്, ആദ്യത്തേതിനേക്കാൾ നല്ല മുഹൂർത്തം ഇനി തുടങ്ങുന്നതാണ്. ഇന്ന് 2 വിശേഷപ്പെട്ട മുഹൂർത്തങ്ങളുള്ള ദിവസമാണ്, ഈ സമയത്ത് കല്യാണം നടക്കുന്നത് അത്യുത്തമമാണ് എന്നിങ്ങനെ പറയുമ്പോൾ അല്ല അത് എന്നും പറഞ്ഞങ്ങ് വായം തുറന്ന് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് സത്യഭാമയോട് ശാലിനി ചോദിക്കുന്നുണ്ട്, തിരുമേനിയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് തടസ്സമാണെന്ന് ചോദിക്കുക സത്യാമ്മയെന്ന് സുസ്മിതയോട് ചോദിക്കാനായിട്ട് സത്യഭാമയോട് ശാലിനി പറയുകയാണ്. തുടർന്ന് ഭാമ സുസ്മിതയോട് പറയുകയാണ്, മോളെ കല്യാണം നടക്കട്ടെ എന്ന്. അന്നേരം അത് ആൻറ്റി എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ സുസ്മിത ഇങ്ങോട്ട് വാ എന്നൊരു കഠിന സ്വരത്തിൽ പറയുമ്പോൾ സുസ്മിത അനുസരണയോടെ പുറകെ ചെല്ലുകയാണ്. തുടർന്ന് മണ്ഡപത്തിലേക്ക് പിടിച്ചു കയറ്റുകയാണ് സുസ്മിതയെ ഭാമ. തുടർന്ന് വിഷ്ണുവിന് ആകെ സന്തോഷവുകയാണ്. തുടർന്ന് പുറകിൽ എല്ലാവരും, സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അവരോട് എല്ലാവരോടും പറയുകയാണ്, അതെ എല്ലാവരും ഇരുന്നാൾ കേട്ടോ, ഇന്ന് കല്യാണം നടക്കും. എന്നിട്ട് ക്ലീറ്റസിനോടും പറയുന്നുണ്ട് ഉണ്ടിട്ടേ പോളെന്ന്. എന്നിട്ട് സന്തോഷത്തോടു കൂടി വിഷ്ണു അങ്ങ് ചാടി മണ്ഡപത്തിലേക്ക് കയറുകയാണ്. തുടർന്ന് സുസ്മിതയെ രോഹിത്ത് മണ്ഡപത്തിലേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് രോഹിത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഇനി എന്തിനാ രോഹിത്തെ ടെൻഷൻ, അങ്ങോട്ട് കെട്ട് എന്ന് പറയുകയാണ്. തുടർന്ന് ആ താലി എടുത്ത ശേഷം വിഷ്ണുവിനെയും ശാലിനിയും നോക്കുമ്പോൾ 2 പേരും ഇങ്ങനെ കണ്ണുകൊണ്ട് കെട്ട് എന്ന് കാണിക്കുകയാണ്. തുടർന്ന് പെട്ടു എന്നും പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് സുസ്മിത ഇരിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയുടെ കഴുത്തിലേക്ക് രോഹിത്ത് താലി കെട്ടുകയാണ്. ആ താലികെട്ട് എന്നിവിടെ നടക്കുകയാണ്. പക്ഷെ ആ ദേഷ്യഭാവത്തിൽ നിൽക്കുകയാണ് സുസ്മിത. പക്ഷെ രോഹിത്ത് സുസ്മിതയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. എല്ലാവരും പൂവൊക്കെ ഇടുകയാണ്. രാഘവൻ നായരും ആ വയ്യാത്ത കൈയൊക്കെ വെച്ച് പൂ എറിയുന്നുണ്ട്. പ്രീതിയും ശാലിനിയും വിഷ്ണുവും പത്മാവതി അമ്മയും ഒക്കെ ആകെ സന്തോഷത്തിലാണ്. സരളയും സത്യഭാമയും ഒക്കെ പറയാനാകാത്ത സന്തോഷത്തിലാണ്. രോഹിത്തും ആ ഒരു പ്രതികാരം അവിടെ തുടങ്ങി ആ ഒരു സന്തോഷത്തിലങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് ഇനി വധൂവരന്മാർക്ക് പരസ്പരം മാല അണിയിക്കാമെന്ന് പറഞ്ഞ് തിരുമേനി ആദ്യം ഹാരമെടുത്ത് രോഹിത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അന്നേരം രോഹിത് അങ്ങ് വാങ്ങുകയാണ്. തുടർന്ന് സുസ്മിതയ്ക്ക് നേരെ നീട്ടുമ്പോൾ സുസ്മിത അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് മാല വാങ്ങുന്ന വിഷ്ണുവും ശാലിനിയും സരളയും പത്മാവതിയും ഭാമയും ഒക്കെ പറയുമ്പോൾ സുസ്മിത ഹാരം വാങ്ങുകയാണ്. തുടർന്ന് ആദ്യം ഹാരം ഇടാനായിട്ട് സുസ്മിതയോട് പറയുകയാണ്. സുസ്മിത ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ സുസ്മിത രോഹിത്തിൻ്റെ കഴുത്തിലേക്ക് ഹാരം ഇട്ട് കൊടുക്കുകയാണ്. തുടർന്ന് രോഹിത് ഇടാനായിട്ട് വരുമ്പോൾ സുസ്മിത ഇങ്ങനെ നിവർന്ന് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് തല കുനിച്ചു കൊടുക്കുക സുസ്മിതയെന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് രോഹിത് സുസ്മിത കഴുത്തിലേക്ക് മാല ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ദേഷ്യത്തോടെ കൂടി സുസ്മിത ഇരിക്കുമ്പോൾ ശാലിനി മനസ്സിൽ കരുതുകയാണ്, തീർന്നു സുസ്മിത, നീ പെട്ടു, നിന്റെ പടയോട്ടം ഇവിടെ കൊണ്ട് തീരുകയാണ് എന്ന് ശാലിനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. തുടർന്ന് മാലയിടുമ്പോഴും ഒക്കെ സുസ്മിത ശ്രദ്ധിക്കുന്നത് വിഷ്ണുവിനെ തന്നെയാണ്. വിഷ്ണുവിനെ ഒരു സ്നേഹത്തോടെ സുസ്മിത ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ശാലിനി ഇങ്ങനെ വിഷ്ണുവിന് നേരെ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുകയാണ്. തന്നെ തിരിച്ച് അതേപോലെ വിഷ്ണുവും കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തങ്ങളുടെ പ്ലാൻ വിജയിച്ചു, ഇനി തങ്ങളുടെ ജീവിതത്തിലേക്കാണ് എന്നുള്ളൊരു സന്തോഷം വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മുഖത്ത് നന്നായിട്ട് പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തുടർന്ന് സുസ്മിത തൻ്റെ കഴുത്തിലെ താലി ഇങ്ങനെ എടുത്തിട്ട് ബാക്കി എല്ലാവരെയും നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനും ശാലിനി അങ്ങ് ചിരിക്കുന്നു. സത്യഭാമ, ക്ലീറ്റസ്, അസിസ്റ്റൻ്റ്, കമലൻ, പൊന്നി എല്ലാവരുടെയും മുഖത്ത്, രാഘവൻ നായർ, പ്രീതി എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. പക്ഷേ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലും ആ താലിയിലേക്ക് നോക്കി സുസ്മിത അങ്ങനെ കുറേ നേരം ഇരിക്കുന്നുണ്ട്.
ഇതേസമയം കുടുംബശ്രീ വീട്ടിൽ അവിടെ നിന്നും പോകാൻ ഇറങ്ങുകയാണ് അർജുൻ. അന്നേരം എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഞാൻ പ്രീതിയോടൊപ്പമല്ലേ ഇവിടെ നിന്നത്, അവളിപ്പോൾ അവളെ അമ്മയും ബന്ധുക്കളെയും ഒക്കെ അന്വേഷിച്ചു പോയി, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് അർജുൻ പോകാൻ തുടങ്ങുമ്പോൾ അർജുനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശാരദാമ്മ ശ്രമിക്കുകയാണ്. ശാരദാമ്മ പറയുന്നുണ്ട്, പ്രീതി മാത്രമല്ലല്ലോ കല്യാണത്തിന് പോയത്, പ്രീതിയെ ക്ഷണിച്ചിട്ടല്ലേ പോയത്, വിഷ്ണുവും ശാലിനിയും ഒക്കെ പോയല്ലോ എന്ന്. അന്നേരം പ്രീതിയെ ക്ഷണിച്ചപ്പോഴും എന്നെ അപമാനിച്ചില്ലേ, എന്നെ ക്ഷണിച്ചില്ലല്ലോ, എന്നെ ക്ഷണിക്കാത്തടത്ത് പ്രീതി എന്തിനാണ് പോയത് എന്ന് പറഞ്ഞ് അർജുൻ നിൽക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സ്നേഹത്തോടു കൂടി ശാരദാമ്മ പറയുകയാണ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് സുസ്മിതയല്ലേ, അവൾ സത്യാമ്മയുടെ മറവിൽ സത്യാമ്മയുടെ സ്നേഹവാത്സല്യം ഒക്കെ പിടിച്ചു പറ്റി, എല്ലാവരുടെയും ജീവിതത്തിൽ വിഷം കലക്കിയില്ലേ, പായസത്തിൽ വിഷം ചേർത്ത് നിങ്ങളുടെ കുഞ്ഞിനെ വരെ കൊല്ലാൻ നോക്കിയത് അവളല്ലേ, അങ്ങനെയുള്ള അവൾ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ഒരു ജീവിതം തുടങ്ങാൻ പോലും അവൾ സമ്മതിച്ചില്ല, അപ്പോൾ അവളെ ആ വീട്ടിൽ നിന്നും ഒരു കല്യാണം കഴിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്ന് തന്നെയായിരുന്നു നല്ലൊരു ഉപായം. അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവരല്ലേ ഈ വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ. അപ്പോൾ അവൾ സത്യാമ്മയുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്നത് കാണാനും പ്രീതി വേണ്ടേ, അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ചതും പ്രീതിയല്ലേ, അത് നിയമത്തിനും സത്യാമ്മയ്ക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അന്നേരം അർജുൻ ഒരിക്കൽ വസുമതിയുടെ വായിൽ നിന്നും സുസ്മിതയാണ് കുഞ്ഞിനെ കൊന്നത് എന്ന് പ്രീതി കേട്ട ശേഷം ആ രാത്രി അർജുനോട് പ്രീതി പറഞ്ഞത് അർജുൻ ഓർക്കുന്നുണ്ട്. സുസ്മിതയെ അവൾ തന്നെ കൊല്ലും, ഞാൻ തന്നെ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അർജുൻ ഓർക്കുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ ഭാഗത്തെ ന്യായത്തെക്കുറിച്ചൊക്കെ അർജുന് ബോധ്യമാവുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കണം, അപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോൾ അർജുൻ മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന ശാരികയും പറയുന്നുണ്ട്, അർജുനേട്ട നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, പ്രീതി ഇപ്പോൾ അർജുനേട്ടനെ അവിടെ കാത്തിരിക്കുകയായിരിക്കും, ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ എളുപ്പമാണ്, കൂട്ടിച്ചേർക്കാൻ വലിയ പാടാണ്, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നതെന്ന് വിഷമത്തോടെ ശാരിക പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് സങ്കടത്തോടെ ശാരിയെ നോക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, പ്രീതി കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞു, സുസ്മിതയും രോഹിത്തിനെയും വീട്ടിൽ കൊണ്ടുആക്കാനായിട്ട് വിഷ്ണു ശാലിനിയും കൂടി പോയിരിക്കുകയാണ്, പ്രീതി ഇപ്പോൾ ആ വീട്ടിൽ തനിച്ചായ പോലെ മോൻ പോയി പ്രീതിയെ കൂട്ടിക്കൊണ്ട് വരണം, ഇനിയിപ്പോൾ സുസ്മിത ചെന്ന് കയറുന്ന വീടിൻ്റെ അവസ്ഥ എന്താവുമോ എന്തോ എന്ന് ശാരദാമ്മ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രോഹിത്തും സുസ്മിതയും വിഷ്ണുവും ശാലിനിയും പത്മാവതിയമ്മയും ഒക്കെ കൂടി രോഹിത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ സാധാ ഒരു ഓടിട്ട ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു ചെറിയ വീട്, അപ്പോൾ ആ വീടാണ് കാണിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് 2-3 സ്ത്രീകളൊക്കെ നിൽപ്പുണ്ട്. തുടർന്ന് വണ്ടിയിൽ നിന്നും വിഷ്ണു ഇറങ്ങി, വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് അന്തം വിട്ട്, ശാലിനിയും ആ വീടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേസമയം സുസ്മിതയും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് സുസ്മിതയ്ക്ക് ആ വീട് കാണുമ്പോഴേ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവരങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ഇപ്പോൾ അവർ താമസിക്കുന്ന വീട് ഇതാണോ അതോ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നതാണോ എന്ന് അറിയില്ല. വീട് കണ്ടിട്ട് ആൾ താമസമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.